ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ സ്പെഷ്യൽ പുളിഞ്ചിയാണ് കേട്ടോ. ഇഞ്ചിക്കറി എന്നും പറയും. എന്നാൽ ഇതൊന്ന് തയ്യാറാക്കി നോക്കൂ. നമുക്കാദ്യം ഒരു മൺചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്കൊരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ കടുകൊന്ന് ഇട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു വറ്റൽ മുളകും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടിയായി അരിഞ്ഞെടുത്ത നമ്മുടെ ഇഞ്ചി, ഒരു 25 ഗ്രാം ഇഞ്ചി പൊടിയായി അരിഞ്ഞെടുത്ത് നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചിയുടെ പച്ചമണം മാറി വരുന്ന സമയമാകുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു 15ഓളം പച്ചമുളക് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ എരിവിന് അനുസരിച്ചിട്ട് വേണം നിങ്ങൾ ചേർത്ത് കൊടുക്കാനായിട്ട്. ഈ മുളകിന് കുറച്ച് എരിവ് കുറവാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും മുളക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മുളകും ഇഞ്ചിയും നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കാം. അതിൻ്റെ എല്ലാം പച്ച മണം മാറി വരുന്ന സമയത്ത് പൊടികൾ നമുക്ക് ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ നമുക്ക് മൂപ്പിച്ചെടുക്കാം. പൊടികളുടെ എല്ലാം പച്ച മണം മാറി വരുന്നത് വരെ ചെറുതീയിലിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം കേട്ടോ. അപ്പോഴാണ് നമുക്ക് ശരിക്കും ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും എല്ലാം മണം നമുക്ക് കിട്ടുക. നന്നായിട്ട് മൂത്ത് വരണം. നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി നന്നായിട്ട് പിഴിഞ്ഞ് അരിച്ചെടുത്തിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. പുളി പിഴിഞ്ഞ് ഒഴിച്ച് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ശർക്കര മെൽറ്റാക്കി എടുത്തിട്ടുള്ള ആ പാനി അരിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായി. ഞാനിവിടെ 2 അച്ച് ശർക്കര മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. നന്നായിട്ട് മിക്സായിട്ട് കുറുകി വരണം. ഒരു 10 മിനിറ്റിന് ശേഷം നന്നായിട്ട് കുറുകി വരും. അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ച പൊടിയും ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടിയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. 2 സെക്കൻഡ് നേരം ഒന്ന് ഇളക്കിയതിന് ശേഷം തീ ഓഫാക്കി കൊടുക്കുക. വളരെ രുചികരമായ ഒരു പുളിഞ്ചി, അല്ലെങ്കിൽ നമ്മൾ പറയാറുള്ള പോലെ ഇഞ്ചിക്കറി ഇവിടെ തയ്യാറായിട്ടോ. രുചികരമായ ഈ പുളിഞ്ചി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. ഓക്കേ.